പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാസങ്ങളായി തുടർന്നു വരുന്ന കഴിഞ്ഞ ഫെബ്രുവരി 28 തുടങ്ങിയ പശ്ചിമേഷ്യൻ യുദ്ധം ഒരു കരാറിലോട്ട് എത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിച്ചു എന്ന് പറയാറായി. മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മാതിരി അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചത് കൊണ്ട് തീരുന്നതല്ല പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കാരണവും കാരണക്കാരും ഇസ്രായേലും ഇറാനും പിന്നെ 3 ഹായുമാണ്: ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ. ഈ 3 പേരും കൂടെ ചേർന്നതാണ് ഈ യുദ്ധത്തിന് കാരണമായിട്ടുള്ള സാഹചര്യം. അതില് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിലോട്ട് ഇറങ്ങി പുറപ്പെട്ടതും യുദ്ധത്തിന് മുൻകൈ എടുത്തത്. പക്ഷേ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ ഇതുവരെയും സോൾവ് ആയിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ ഒരു കരാറിനകത്ത് വളരെ പ്രസക്തി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ 80ഓളം രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളുള്ള ഒരു മഹാ സൈനിക ശക്തിയാണ് അമേരിക്ക. പറഞ്ഞിട്ട് കാര്യമില്ല, ലോകത്ത് ഇന്ന് വരെ അമേരിക്ക, ഈ നൂറ്റാണ്ടിലെ അമേരിക്ക ഏറ്റെടുത്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും വളരെ ഭംഗിയായി തോറ്റ് ജയിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. അത് വിയറ്റ്നാമിലായാലും ശരി, അഫ്ഗാനിസ്ഥാനിലായാലും ശരി, ഇറാഖിലായാലും ശരി, ഏറ്റവും അവസാനം നമ്മുടെ ഇറാനിലായാലും ശരി, അമേരിക്ക ലോകത്ത് കൈ കൊടുത്തിട്ടുള്ള എല്ലാ സൈനിക ഓപ്പറേഷനുകളിലും അമേരിക്കയ്ക്ക് പരാജയം മാത്രമാണ് വിധിച്ചിരുന്നു എന്നുള്ളതിനകത്ത് നമുക്ക് സഹതാപം. അമേരിക്കൻ പട്ടാളക്കാർ എന്തുകൊണ്ട് തോൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യൻ പട്ടാളക്കാരെ പോലെയോ മറ്റോ അവരുടെ രാജ്യത്തിന്റെ അതിർത്തിയും അവരുടെ രാജ്യത്തിന്റെ മര്യാദകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അവർ യുദ്ധമുഖത്തിലോട്ട് പോകുന്നത്. അവർക്ക് ആകെ നോട്ടം ഓരോ മാസവും അവസാനം കിട്ടുന്ന പേ പാക്കറ്റ് മാത്രമാണ് അവർ നോക്കുന്നത്. അവർക്ക് ഭക്ഷണം വേണം, പൈസ വേണം, ഏത് രാജ്യത്തിന് വേണ്ടിയാണെങ്കിലും അവർ യുദ്ധം ചെയ്യും. ഒരുതരം കൂലിപ്പട്ടാളമാണ് അമേരിക്കയിലെ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് യാതൊരു സങ്കോചവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ മാതൃരാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ നമ്മൾ കാഴ്ചവെക്കുന്ന ധൈര്യവും വീറും സാഹസികതയും ഒരിക്കലും ഒരു കൂലിപ്പട്ടാളത്തിന് ഉണ്ടാവില്ല. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു മഠയത്തരം. എന്തായാലും ഈ യുദ്ധം ഒരു അവസാനത്തിലോട്ട് എത്തിയിരിക്കുന്നു. കാര്യം, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാള്, അതായത് അമേരിക്ക, ഒരു മടിയുമില്ലാതെ തോൽവി സമ്മതിച്ചിട്ടുള്ള ഒരു കീഴടങ്ങൽ കരാറാണ് ഈ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത 2 ദിവസങ്ങളിലായി ഒപ്പുവെക്കാൻ പോകുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ കരാറ് പൂർണ്ണമാവുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇറാന് അതിന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനേയിയെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒഴിച്ച് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പശ്ചിമേഷ്യയിലെ ബലാബലങ്ങൾ നിശ്ചയിക്കാനും ആരാണ് പശ്ചിമേഷ്യയിലെ രാജാവെന്ന് തീരുമാനിക്കാനും ഇപ്പോ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം, മറ്റ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയുടെ സുരക്ഷയുടെ കുടക്കീഴിൽ ഉറങ്ങുന്ന രാജ്യങ്ങളാണെന്ന് ഇറാന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയും UAE പോലുള്ള രാജ്യങ്ങളെ ഇറാൻ യാതൊരു കാരണവും കൂടാതെ ആക്രമിച്ചത്. ഇവിടെ യാതൊരു കാരണം കൂടാതെ എന്ന് പറയാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം സ്ഥലങ്ങള് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സേന ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ ഒരു സങ്കോചവും കൂടാതെ മറ്റു ഷിയ സുന്നി രാജ്യങ്ങളെ എല്ലാം ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇസ്രായേലുമായിട്ടുള്ള ഇറാന്റെ വിഷയങ്ങൾ സോൾവ് ആവുന്നത് വരെ പശ്ചിമേഷ്യയിൽ സമാധാനം വന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ആർക്കും ആവും. നന്ദി, നമസ്കാരം.